പണിത്തിരക്കുകളിൽ നിന്ന് മാറി ഒരു യാത്ര ചെയ്യണം എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് കേരളത്തിലെ ധനകാര്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത്. കോട്ടയത്തെ മലരിക്കലെ ആമ്പൽ വസന്തത്തെക്കുറിച്ച്. ഓഫീസിൽ നിന്ന് 2 ദിവസം ലീവ് എടുത്ത് കോട്ടയത്തേക്ക് പോന്നു. മലരിക്കലെത്തിയപ്പോഴോ സ്വപ്നത്തിലാണോ സഞ്ചാരം എന്ന് തോന്നിപ്പോയി. കൃഷി കഴിഞ്ഞ് വെള്ളം നിറഞ്ഞു കിടക്കുന്ന വയലുകളിൽ നോക്കിത്താ ദൂരത്തോളം പൂത്തുകിടക്കുന്ന ആമ്പൽ വസന്തം. ആമ്പൽ പൂക്കൾ കണ്ണു തുറക്കുന്നത് രാവിലെയാണെന്നറിയാവുന്നത് കൊണ്ട് അതിരാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. ചെളിയിൽ വേരുകളാഴ്ത്തി തല ഉയർത്തി നിൽക്കുന്ന ആമ്പൽ പൂക്കൾ ഒരുക്കുന്ന കാഴ്ച കണ്ടാലും മതിയാവില്ല. പാടത്തിറങ്ങി പൂവറിച്ചും സെൽഫി എടുത്തുമാണ് സ്വദേശിയും വിദേശിയുമായ കാഴ്ചക്കാർ ഈ വസന്തത്തെ ആഘോഷിച്ചത്. മലരിക്കലെ അസ്തമനം കൂടി കണ്ടിട്ട് മടങ്ങാം എന്നാണ് കരുതിയത്. മീൻപിടുത്തവും നാട്ടുകാരോടൊപ്പം വിശേഷങ്ങൾ പറഞ്ഞും തീ കായലുമൊക്കെയായി രാത്രി അവിടെ തന്നെ വെട്ടിക്കുറുക്കണ കാലത്ത് തമ്പുരാനില്ല വരമ്പേലെ, വെള്ളഞ്ഞ വെട്ടിക്കുറുക്കണ കാലത്ത് തമ്പുരാനില്ല വരമ്പേലെ, കലപ്പ പിടിക്കും. നാട്ടുവർത്തമാനങ്ങൾക്കിടെയാണ് മീനച്ചിലാറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വലിയ യജ്ഞത്തെക്കുറിച്ച് അറിഞ്ഞത്. അരുന്ധതി റോയ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലൂടെ ലോകശ്രദ്ധയിലേക്ക് എത്തിച്ച മീനച്ചിലാർ. ഈ നോവലിലെ ഒരു കഥാപാത്രമായിരുന്നു മീനച്ചിലാർ. ആഴവും പരപ്പുമുള്ള പുഴയായി കഥാരംഭത്തിൽ പ്രത്യക്ഷമാകുന്ന മീനച്ചിലാറിന്റെ തീരത്തായിരുന്നു നോവലിലെ കഥാപാത്രങ്ങളായ എസ്തയുടെയും റാഹേലിന്റെയും ബാല്യം. ഇവരുടെ ബന്ധുവായ സോഫിമോൾ മീനച്ചിലാറിലൂടെയുള്ള യാത്രയിൽ വള്ളം മറിഞ്ഞ് അടിയൊഴുക്കിൽപ്പെട്ടാണ് മരിച്ചത്. കൃഷിക്ക് തളിക്കുന്ന കീടനാശിനിയുമായി ഹെലികോപ്റ്ററുകൾ ഐമനം ഗ്രാമത്തിനു ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയ കാലത്താണ് മീനച്ചിലാറ്റിൽ മീനുകൾ ചത്തുപൊങ്ങുന്നു. അമ്മുവിന്റെയും വെളുത്തയുടെയും എസ്തയുടെയും റാഹേലിന്റെയും ഒക്കെ ജീവിതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മീനച്ചിലാർ അപ്പോഴേക്കും വറ്റി വരണ്ട് വല്ലാതെ മെലിഞ്ഞു തുടങ്ങിയിരുന്നു. കെട്ടിടങ്ങളുടെയും റോഡിന്റെയും ഒക്കെ രൂപത്തിൽ വികസനം വന്നപ്പോഴേക്കും എസ്തയും റാഹേലും നീന്തിക്കളിച്ച പുഴ ഇല്ലാതെയായിരുന്നു. ഫലഭൂയിഷ്ടമായിരുന്ന കൃഷിയിടങ്ങളിൽ കൃഷി നിലച്ചു, ഭൂമി തരിശാവാൻ തുടങ്ങി. അപ്പോഴേക്കും തോടുകളൊക്കെ റോഡുകളായി മാറി, ജനവാസ കേന്ദ്രങ്ങളും ഇഷ്ടിക കളങ്ങളുമായി മാറി. എൻ്റെ അമ്മമ്മ പറയാറുണ്ട്, അവരുടെ കുട്ടിക്കാലത്തൊക്കെ കുളിക്കാനും കുടിക്കാനും തുണി കഴുകാനും യാത്ര ചെയ്യാനും എല്ലാത്തിനും അവർക്ക് തൊട്ടടുത്തുള്ള പുഴയായിരുന്നു ആശ്രയമെന്ന്. ഇപ്പോഴവിടെ പുഴയുമില്ല, വെള്ളവുമില്ല. ഇതേ അവസ്ഥയാണ് മീനച്ചിലാറിനുണ്ടായിരുന്നതെങ്കിലും കോട്ടയംകാര് അങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തയ്യാറല്ലായിരുന്നു. തോടുകൾ വൃത്തിയാക്കാൻ തീരുമാനിച്ച് ഒരു സംഘം ചെറുപ്പക്കാർ പുഴയിലിറങ്ങി. തോടുകളില്ലാതായാൽ നദി മരിക്കുമെന്നും നദികളില്ലാതായാൽ മനുഷ്യനടക്കമുള്ള സർവ്വചരാചരങ്ങളും ഇല്ലാതാവും എന്നുള്ള തിരിച്ചറിവിൽ ഒരു കൂട്ടം ആളുകൾ നാട്ടിലെ ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ശരിക്കും എത്ര നാളായി ഇതിൻ്റെ ശുചീകരണ പരിപാടി തുടങ്ങിയിട്ട്? 1 മാസക്കാലമായിട്ട് ഇതിൻ്റെ ജോലി നടക്കുകയാണ്. 2 കിലോമീറ്റർ ദൂരത്തിലാണ് വർക്ക്. ഇത് പോളെ ചെളി നിറഞ്ഞിട്ട് ഒരു 25 വർഷമാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിനിടയിൽ ഇതുപോലെ ഒരു വർക്ക് നടന്നിട്ടില്ല. ഈ ഫുള്ള് ഇങ്ങനെ കാടും. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെയാണ് ഈ പുഴയും
നിന്നിരുന്നത്. ഇപ്പം നമ്മളതെല്ലാം വൃത്തിയാക്കൊണ്ട് ഇനിയിപ്പോൾ ഒരു ട്രിപ്പ് കൂടി ഇങ്ങോട്ട് കയറി വരും. ആദ്യം കാട് മാത്രം അങ്ങ് മാറ്റി അതിൻ്റെ അഴുക്കെല്ലാം കുരിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എക്കൽ വന്ന് ഒഴുകി വരുന്ന വേസ്റ്റുകളെല്ലാം വന്ന് അടിഞ്ഞിട്ട് പുല്ല് ഇവിടെ എല്ലാം പുല്ലായിരുന്നു. ശരി. അത് ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ കാലത്ത്, മീനച്ചിലാർ മീനന്തറയാർ പദ്ധതി എന്നും പറഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി. ഓ അത് ശരി. ജനങ്ങൾ മാത്രം ഈ പരിസരത്തുള്ള സാധാരണ ജനങ്ങൾ, ഈ ഇരുവരകളിലും കിടക്കുന്ന ജനങ്ങൾ, 2 പഞ്ചായത്തുകളുടെ സഹായമുണ്ട്. സാമ്പത്തികമല്ല, അല്ലാതെ തന്നെ പ്രോത്സാഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജനങ്ങൾ തന്നെ മുൻകൈ എടുത്ത് നടത്തിയ ഒരു പദ്ധതിയാണിത്. നമ്മുടെ നാട്ടിലെ തോടുകളും പുഴകളും ഒക്കെ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണമെന്ന ബോധം ആളുകളിലേക്ക് പതുക്കെ വികസിച്ചു വന്ന സന്ദർഭത്തിൽ ഹരിതകേരളം പദ്ധതി അത്തരം പുതുപ്രതീക്ഷകൾക്ക് ആവേശം പകരുകയുണ്ടായി. കെട്ടിക്കിടന്ന പുഴയിലെ വെള്ളം ജനകീയ കൂട്ടായ്മയിലൂടെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ജീവിതമാകെ മാറി. ഏതാണ്ട് 3000-ഓളം വരുന്ന നമ്മുടെ ഈ കൈവഴികളും പുഴകളും മറ്റും ചേർന്ന ഈ ഒരു വലിയ നെറ്റ്വർക്കിൽ ഏതാണ്ട് 700 കിലോമീറ്ററോളം നമുക്ക് ഇപ്പോൾ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് സാധിച്ചു. കിലോമീറ്ററുകളോളം നീളത്തിൽ തോടുകൾ വെട്ടിയെടുത്ത് പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് കണ്ടപ്പോൾ ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചു. പല സ്ഥലങ്ങളിലും വൃത്തിയാക്കിയ തോടുകളിലൂടെ വെള്ളം കുതിച്ചൊഴുകുന്നത് കാണാൻ സ്കൂൾ കുട്ടികളടക്കമുള്ളവർ എത്തിയിരുന്നു. അവർ സ്വരൂപിച്ച ചെറിയ തുകകൾ ജനകീയ സമിതി പ്രവർത്തകരെ ഏൽപ്പിച്ചിട്ടാണ് വന്നവർ മടങ്ങിയത്. അമേനൂർ അമ്പലത്തിൻ്റെ ആറാട്ട് കടവാണ്. ഇവിടെയാണ് ആറാട്ട് കാലാകാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കുളത്തിനകത്ത് വെള്ളമില്ലാതെ ആറാട്ട് നടത്തുവാൻ ബുദ്ധിമുട്ടായിട്ട് ഉരുളിയിൽ വലിയ വാർപ്പിനകത്ത് വെള്ളം അടിച്ച് അതിൽ ആറാട്ട് നടത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു ഞങ്ങളിവിടെ വരുമ്പോൾ ഉണ്ടായിരുന്നത്. പായലും മാലിന്യവും അടിഞ്ഞ് നികന്നുപോയ തോട്ടിൽ ആറാട്ട് മുടങ്ങി. പകരം ഉരുളിയിൽ മഹാദേവന്റെ വിഗ്രഹം ഇറക്കി വെച്ച് കലശത്തിൽ നിന്ന് വെള്ളമൊഴിച്ചാണ് ആറാട്ട് നടത്തിയിരുന്നത്. ഇതറിഞ്ഞ ജനകീയ സമിതി പ്രവർത്തകർ വെറുതെ ഇരുന്നില്ല. വിവിധ മതക്കാരും വ്യത്യസ്ത രാഷ്ട്രീയക്കാരുമായവർ ഏക മനസ്സോടെ അണിനിരന്നു. ഒടുവിൽ തോട് വൃത്തിയായി നീരൊഴുകി തുടങ്ങി. അന്നേ ദിവസം പെയ്ത മഴയിൽ മീനച്ചിലാറ്റിലെ വെള്ളം ഒഴുകി ആറാട്ടുകടവിലെത്തി. എത്രയോ കാലത്തിന് ശേഷം ആറാട്ടുകടവിൽ വെള്ളം നിറഞ്ഞൊഴുകുന്നത് കണ്ട് വിശ്വാസികളുടെ കണ്ണു നിറഞ്ഞു. ഏതാനും തോടുകളിലെ മാലിന്യം നീക്കി ഒഴുക്കുണ്ടാക്കുന്ന ഒറ്റത്തവണ ചടങ്ങായി മാത്രം മാറുമായിരുന്ന ഒരു പ്രവൃത്തി ഒരു നാടിന്റെ അതിജീവന മന്ത്രമായി മാറിയ അത്ഭുതത്തിനാണ് എൻ്റെ ഈ യാത്ര സാക്ഷ്യം വഹിച്ചത്. ഈ മീനച്ചിലാർ മീനന്തറയാർ സംയോജന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പുന്നംകുര്യൻ സാറിൻ്റെയും അനിൽകുമാർ സാറിൻ്റെയും ഒക്കെ നേതൃത്വത്തിലൂടെ അതിശക്തമായൊരു മുന്നോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂട്ടിപ്പിടിച്ചു. ഇവിടെയുള്ള പ്രദേശത്തുള്ള ആൾക്കാരെ മുഴുവൻ, ഇതിനോടൊരു സ്നേഹമുള്ള ആൾക്കാരെ മുഴുവൻ അതിൽ ഒരു രേഖയിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടെ കൃഷി നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ കൃഷി ഇറക്കിയിരുന്നു. ഏകദേശം 1 ഏക്കറോളം കൃഷി ചെയ്തു. നല്ല വിളവുകൾ കിട്ടുകയും ചെയ്തു. അവിടെ ഇതുപോലെ തോട് ക്ലിയർ ചെയ്ത ശേഷമാണ് കൃഷി ഇറക്കിയത്. അപ്പം തൊഴിലാളികൾ ഇല്ലാത്തതുകൊണ്ട് കൃഷി ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അതുപോലെ ഈ ഇറിഗേഷൻ്റെ പ്രശ്നം കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇതിനെല്ലാം പരിഹാരം വെള്ളം ഇല്ലാത്തടത്തേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ 2 തവണ കൃഷി ഇറക്കി കഴിഞ്ഞു, വിളവെടുത്ത് കഴിഞ്ഞു. കൃഷി വകുപ്പിൻ്റെ കണക്കനുസരിച്ച് തന്നെ ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കൃഷിൻ്റെ നെൽകൃഷി തന്നെ ഒരു 39,000 ഹെക്ടർ സ്ഥലത്ത് അധികമായിട്ട് ഇതുവരെ കൃഷി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന് സ്റ്റേറ്റ് ആവറേജ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തത് കോട്ടയം ജില്ലയാണ്. ഇങ്ങനെ വീണ്ടെടുത്ത ജലശൃംഖലകളുടെയും കൃഷിയുടെയും പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മീനച്ചിലാറിന്റെയും കോട്ടയത്തിന്റെയും ചരിത്രം കൂടി അല്പമൊന്നറിയേണ്ടി വരും. മീനച്ചിലാറിന്റെ പ്രധാന കൈവഴികളിലൊന്നാണ് മീനന്തറയാർ. കൊടൂരാറാകട്ടെ മീനച്ചിലാറിന്റെ ഉപനദിയാണെങ്കിലും സ്വതന്ത്രമായാണ് ഒഴുകുന്നത്. 22 കിലോമീറ്ററേ നീളമുള്ളൂ. ഒരു കാലത്ത് കോട്ടയത്തും ചങ്ങനാശ്ശേരിയിൽ നിന്നുമൊക്കെയുള്ള കുടിയേറ്റത്തിന്റെ മാർഗം ഈ ജലപാതകളായിരുന്നു. അതിനു മുമ്പ് തെക്കുംകൂർ രാജവംശത്തിന്റെ കാലത്ത്
ദേശത്തെ പ്രധാനപ്പെട്ട അങ്ങാടികളിലേക്ക് ചരക്കുകൾ കൊണ്ടുപോയിരുന്നതും കൊടൂരാറിലൂടെയാണ്. കിഴക്കൻ മേഖലയിൽ നിന്നും വെട്ടിയെടുത്ത വൻമരങ്ങളും കൊപ്രയും മറ്റ് നാണ്യവിളകളും കെട്ടുവള്ളങ്ങളിൽ ഈ തോടുകളിലൂടെയാണ് ആലപ്പുഴയിൽ എത്തിച്ചിരുന്നത്. പണ്ട് പുഴ ജനതയുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു. വേമ്പനാട്ട് കായലിൽ നിന്ന് ഈരാറ്റുപേട്ടയും അതിനപ്പുറം തീക്കോയി വരെയും വലിയ വള്ളങ്ങൾ പോയിക്കൊണ്ടിരുന്ന പുഴയാണ്. ഇന്നത്തെ ഒരു വലിയ ലോറിയിൽ കൊള്ളുന്നത്ര സാധനങ്ങൾ കൊള്ളുന്ന വള്ളങ്ങളായിരുന്നു അവ. ആ വള്ളങ്ങളിൽ സഞ്ചരിക്കുന്നവർ ഈ നാട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കുകയും ഇവിടെയുള്ള സാധനങ്ങളെ താഴെ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പശ്ചിമഘട്ട നിരകളിലെ അരയൻ മുടികളിൽ നിന്നാണ് മീനച്ചിലാർ ഒഴുകി തുടങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ വാഗമണ്ണിന് തെക്ക് ഭാഗത്തുള്ള അമൃതമേട് എന്ന ഗിരിശൃംഖത്തിൽ നിന്നാണ് മീനച്ചിലാറിന്റെ ആദ്യത്തെ ഉറവ തുടങ്ങുന്നത്. ഉറവ തേടി ഞാനും ഈ വഴികളിലൂടെയൊക്കെ ഒന്ന് കറങ്ങി. മീനച്ചിലാറിനെ സംബന്ധിച്ചിടത്തോളം അതിന് നിരവധി ഉറവകൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. അപ്പം മീനച്ചിലാറിൻ്റെ ഏറ്റവും കിഴക്കേറ്റത്തെ സ്ട്രീം, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് മീനച്ചിലാറ്. അപ്പോൾ ഏറ്റവും കിഴക്കേറ്റത്തെ സ്ട്രീം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഈ വാഗമണ്ണിൽ ഈ പറഞ്ഞ ഈ സ്ഥലത്ത് വെടിക്കുഴിക്ക് കിഴക്കുള്ള നമ്മളിപ്പോൾ കണ്ട ആ ഉറവയാണ് ആദ്യം ഏറ്റവും കിഴക്കേറ്റത്. പിന്നെ ഇതിങ്ങനെ ഇവിടെ ഈ തടയണ കഴിഞ്ഞിട്ട് ഇതുവഴി ഒഴുകി താഴെ ചെല്ലുമ്പോൾ വേറെ ഒരെണ്ണം അതിനപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. ചെറുതാ. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് വഴിക്കടവ് ചെക്കിടാനും ചെല്ലുക. അമൃതമേട്ടിൽ നിന്ന് തുടങ്ങുന്ന മീനച്ചിലാറിന്റെ നീർച്ചാൽ കോലാഹലമേട്ടിലൂടെ ഒഴുകിയെത്തി വഴിക്കടവ് ചെക്ക് ഡാമിൽ വെച്ച് ഇടുക്കി റിസർവോയറിലേക്ക് വഴിതിരിച്ചു വിടുന്നു. കോലാഹലമേടിന്റെ തെക്ക് ഭാഗത്തു നിന്നുള്ള നീർച്ചാലുകൾ ചേർന്ന് പടിഞ്ഞാറോട്ടൊഴുകി പെരിങ്ങളം, പാതാമ്പുഴ, അടിവാരം എന്നിവിടങ്ങളിൽ നിന്ന് സമ്പുഷ്ടമായി പൂഞ്ഞാറാകുന്നു. പിന്നീട് ഈരാറ്റുപേട്ട, പാല, ഏറ്റുമാനൂർ, കോട്ടയം എന്നിവിടങ്ങളിലൂടെ ഒഴുകി ഒടുവിൽ വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. ഇതിനിടയിൽ ധാരാളം അരുവികളും തോടുകളും ഓലികളും ചേർന്നാണ് നദിയിലെ ജലപ്രവാഹം സമൃദ്ധമാകുന്നത്. മറ്റിടങ്ങളിൽ നിന്ന് ഞാൻ ഇവിടെ കണ്ട പ്രകടമായ ഒരു വ്യത്യാസം നാട്ടുകാരോടൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളും ഒരുമിച്ച് ജലശൃംഖലകളുടെ വീണ്ടെടുപ്പിനായി യത്നിക്കുന്നതാണ്. ആവശ്യാനുസരണം പദ്ധതികൾ രൂപപ്പെടുത്തുക, അവ കൃത്യസമയത്ത് നടപ്പാക്കുക, പുനഃസംയോജന പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് സംഘാടകരോടൊപ്പം പ്രവർത്തിക്കുക. കൃഷിവകുപ്പും ജലസേചന വകുപ്പും വൈദ്യുതി വകുപ്പും ഇക്കാര്യത്തിനായി കൈകോർത്തപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാറി നിൽക്കാനായില്ല. എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടെ നാടിന്റെ കാവലാളാകുന്ന അപൂർവവും മാതൃകാപരവുമായ ഒരു സാഹചര്യമാണ് ഞാനിവിടെ കണ്ടത്. മീനച്ചിലാറിൽ ഡാപ്പുഴ കടവിൽ നിന്നും മടയ്ക്കൽ തോടിലൂടെ വെള്ളം ഒഴുകിയെങ്കിൽ മാത്രമേ ഈ കൃഷി സാധ്യമാകൂ എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളും വിവിധ വകുപ്പുകൾ, പ്രധാനമായിട്ട് ഇറിഗേഷൻ വകുപ്പും മറ്റ് കൃഷി വകുപ്പുമായി യോജിച്ചുകൊണ്ട് ഹരിത കേരള മിഷനോട് സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ പദ്ധതികൾ ആവിഷ്കരിച്ചത്. അപ്പോൾ ഞാനിപ്പം ഇത് എൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിലല്ല ഞാൻ ഇതിൻ്റെ അകത്ത് ഇടപെടി നടത്തുന്നത്. ഞാനൊരു സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധതയോടുകൂടി നദീ സംയോജനത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ്. അത് ഉദ്യോഗസ്ഥൻ്റെ മാത്രം തലത്തിൽ നിന്ന് നമ്മൾ കാണുന്നില്ല. ഒരു പാടശേഖരം കൃഷി ചെയ്യാൻ തീരുമാനിച്ചാൽ ആ പാടശേഖരത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഓരോ വകുപ്പും ചെയ്യണം എന്നുള്ളത് അത് ഫയലുകളുടെ നീക്കങ്ങളില്ലാതെ പരസ്പരം സംസാരിച്ചും ഒന്നിച്ചുള്ള സംയോജിത ഫീൽഡ് വിസിറ്റ് നടത്തിയുമാണ് എന്തൊക്കെ പ്രവർത്തനങ്ങൾ എത്ര സമയത്തിനകം ചെയ്തു തീർക്കണമെന്ന് തീരുമാനിച്ചിരുന്നത്. പഞ്ചായത്തുകളിൽ പദ്ധതി വെക്കുമ്പോഴാണെങ്കിലും
രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ യോജിച്ച് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ രണ്ടിനും കൂടി കൂട്ടായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് വരെയുള്ള ഒരു സ്ഥിതിയിലേക്ക് ഇവിടെ പോയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് പല ജില്ലകളിലും സാധിക്കാത്ത ഒരു കാര്യമാണ്. ഇവിടെ അത് വളരെ സുഗമമായിട്ട് തന്നെ പോകുന്നുണ്ടെന്നുള്ളതാണ് അനുഭവം. ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃഷി അവസാനിച്ച സ്ഥലങ്ങളാണിതൊക്കെ. ഇവിടം വീണ്ടും ജലസമ്പന്നമായിരിക്കുന്നു. കൃഷി ലാഭകരമല്ലാതായതോടെ കൃഷിപ്പണിയിൽ നിന്നും വിട്ടുനിന്നവരും കൃഷി ചെയ്യണമെന്ന് തീരുമാനിച്ചവരും വീണ്ടും ഒത്തുചേർന്നു. അവർ ഒരുമിച്ച് വിതച്ചു, ഒരുമിച്ച് കൊയ്തു. കിട്ടിയത് 100 മേനി. കോട്ടയം നഗരമധ്യത്തിൽ മൊബിലിറ്റി ഹബിനായി നീക്കിവെച്ച സ്ഥലം പോലും ഉടമകൾ കൃഷിക്കായി വിട്ടുകൊടുത്തു. മണർകാട്, അയർകുന്നം, വിജയപുരം, വാകത്താനം, പനച്ചിക്കാട് 100 മേനിയുടെ വിജയഗാഥകളാണ് ഇവിടെയൊക്കെ ഞാൻ കണ്ടത്. കോട്ടയത്തിൻ്റെ നഗരമാണ്. ആ നഗരത്തിലൊരു നെൽകൃഷി എന്ന് പറഞ്ഞാൽ 25 വർഷത്തോളമായിട്ട് നെൽകൃഷി ഇല്ലാതെ പോയ സാഹചര്യത്തിൽ അത് നമുക്കിവിടെ നഗരത്തിൽ ഒന്ന് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കൃഷി വരുന്നതോടുകൂടി തോടുകളുടെയും ജലം ഒഴുകുന്ന പാതകളുടെയും ഏറ്റവും വലിയ ഉടമസ്ഥാവകാശം വഹിക്കുന്ന കർഷകരാണ്. അവരെ തിരിച്ചു കൊണ്ടുവരുന്നതോടുകൂടി അതിന് സുസ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാവുകയും അവരെല്ലാ കാലത്തും അത് പരിരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയെന്ന് നമുക്ക് ഉറപ്പായി. അപ്പോൾ അതുകൊണ്ടാണ് കൃഷി പുനരധിവാസം ശ്രമിച്ചത്. ഇവിടെ പൂഴിക്കുന്ന് എന്ന് പറഞ്ഞ പാടശേഖരത്ത് നമ്മൾ കൃഷി തുടങ്ങുന്നത് അത് രണ്ടും കൽപ്പിച്ചാണ്. കാരണം അന്നേരം കൃഷി ചെയ്തില്ലെങ്കിൽ ഇതിനെ ഈ കൃഷി എന്ന് പറയുന്നത് തുടങ്ങാൻ അനുവദിക്കാതെ ഇവിടം കരഭൂമിയാക്കി മാറ്റാനും ബിസിനസ് നടത്താനും കുറേ ആൾക്കാർ ഇറങ്ങി തുനിഞ്ഞിട്ടുണ്ടെന്ന് കണ്ടുകൊണ്ട് ഇത് ലാഭമല്ലെങ്കിലും എന്ത് നഷ്ടം വന്നാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചെയ്യണമെന്ന് വെച്ചാണ് ഞങ്ങളിത് ഇറങ്ങി തിരിച്ചത്. കൃഷി വന്നത് ഈ നാടിൻ്റെ ഒരു ഭയങ്കര ഒരു ഐശ്വര്യം. അതായത് തിരിച്ചു വരുമെന്ന് തന്നെ ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു. അത് തിരിച്ചു കൊണ്ടുവരാനും പറ്റും. 20 വർഷം 25 വർഷം പ്രായമായ ഇന്ന് പ്രായത്തിൽ എത്തിയിരിക്കുന്നവർക്ക് പോലും ഈ കൃഷിയെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ കൃഷി വന്നപ്പോഴാണ് ഇതെങ്ങനെയാണെന്നും ഏത് രീതിയിലാണെന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ടൺ കണക്കിന് നെല്ല് ഇവിടുന്ന് കയറിപ്പോകുന്ന കൺകുളിർക്കെ കാണാനുള്ള ഭാഗ്യം അത് ചിലപ്പോൾ ഒരുപക്ഷെ പ്രകൃതിയുടെ ഒരു കൽപ്പനയായിരിക്കും. അത് കേരളത്തിനുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണ് കാലവർഷവും തുലാവർഷവും. കാലവർഷത്തിൽ വെള്ളം ഒഴുക്കി കളയണം, അതിന് തോടുകളെല്ലാം വീണ്ടെടുക്കണം. തുലാവർഷമാകുമ്പോൾ വെള്ളം സംരക്ഷിച്ച് വെക്കണം. ആ തോടുകളിലൊക്കെ വെള്ളം സംരക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലം വറുതിയില്ലാത്ത കാലം ഉണ്ടാകും. ആ നിലയിലേക്ക് ആ വെള്ളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം കൃഷിക്കാണ് എന്നതുകൊണ്ടും കൃഷി മെച്ചപ്പെടും എന്നുള്ളതുകൊണ്ടും ഭക്ഷ്യദൗർലഭ്യം പരിഹരിക്കുന്നതിന് അത് പ്രധാനപ്പെട്ട ഒരു സംവിധാനമായി മാറിത്തീരും. ഗ്രാമീണ മേഖലയിൽ ഒരു പുതിയ ഉണർവ് ലഭിക്കുകയും ചെയ്യും. പഴയ കേരളം നമുക്ക് കിട്ടും. അപൂർവ ഇനം മത്സ്യങ്ങളുടെ കലവറയായിരുന്നു മീനച്ചിലാറ്. ഇവിടെ മത്സ്യസമ്പത്തില്ലാതായതിൻ്റെയും നീരൊഴുക്ക് തിരിച്ചെത്തിയതോടെ മത്സ്യസമ്പത്ത് തിരികെ എത്തിത്തുടങ്ങിയതിൻ്റെയും കഥകളും ഞാൻ കേട്ടു. കോല വർഗ്ഗത്തിൽപ്പെട്ട മീനാണ്. ഇതുപോലെ തന്നെ ഇത് ആൺവർഗ്ഗമാണ്, ഇത് പെൺവർഗ്ഗമാണ് കേട്ടോ. ഇതാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രജനനം ഉണ്ടാകുന്ന സമയം. അതായത് കണ്ടമാനം മുട്ടയൊക്കെ വെച്ച് കുഞ്ഞുങ്ങളാകുന്ന സമയമാണ്. ഇപ്പോൾ പൗരക്കാരെ സംബന്ധിച്ചിടത്തോളം വേമ്പനാട്ടുകാരാണ് പൗരക്കാരെ തീറ്റിപ്പോറ്റുന്നത്. അതിലെ മത്സ്യം, കക്ക, ചേറുവാരി ജീവിക്കുന്ന ആളുകളെ, അങ്ങനെ പല രീതിയിലേക്ക് ഉപജീവനം നടത്തുന്ന ആളുകൾ മത്സ്യസമ്പത്തിൻ്റെ കാര്യത്തിൽ വളരെ കുറവ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പുഴയുടെ
തീരങ്ങളിലെ സസ്യകവചം നഷ്ടപ്പെടുന്നതോടുകൂടി മത്സ്യങ്ങൾക്ക് മുട്ടയിട്ട് പെരുകാനുള്ള സാഹചര്യങ്ങളില്ലാതാകും. പല മത്സ്യങ്ങൾക്കും അതിൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഈ ഇരുകരകളിലുമുള്ള ആറ്റുപന്തകളും അവ നൽകുന്ന ഒളിയിടങ്ങളും ജീവിക്കാൻ ആവശ്യമാണ്. ഉൾപ്രദേശം മുഴുവൻ വെള്ളത്തിലാണ്. Over 320 people have died in Kerala since the rainy season began. Red alert Like here behind me, the തൃശ്ശൂർ ജില്ലയിൽ പ്രളയം നാശം വിതച്ച പ്രധാന മേഖലകളിൽ ഒന്നാണ് കൊഴൂർ പഞ്ചായത്ത്. അതോടൊപ്പം തന്നെ അന്നമനട പഞ്ചായത്ത്. പ്രളയജലം കേരളത്തെ ഭീതിയിലാഴ്ത്തിയ ദിവസങ്ങൾ. പല ജില്ലകളിലും വൻ നാശം വിതച്ച് കടന്നുപോയ പ്രളയം കോട്ടയം ജില്ലയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ല. എന്തായിരുന്നിരിക്കാം കാരണം? മീനച്ചിലാർ, മീനന്തറയാർ, കൊടൂരാർ സംയോജന പദ്ധതിയുടെ ഭാഗമായി ജലശൃംഖലകൾ പലതും വീണ്ടെടുത്തിരുന്നു. ഇവിടുത്തെ വെള്ളപ്പൊക്കത്തെ എക്കാലവും നിയന്ത്രിച്ചിരുന്ന ജലശൃംഖലകളിലൂടെ വെള്ളം ഒഴുകി പാടത്തും കായലിലും തോടുകളിലും എത്തി. ഈ പ്രവർത്തനം നടത്തിയില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് വേമ്പനാട്ടുകായൽ തന്നെ വളരെ ഏറെ ആഴം കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാണ്. അതുപോലെ 2018 ആഗസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു മഹാപ്രളയം ഇവിടെ ഏതാണ്ട് ഒരു 10 ദിവസത്തോളമാണ് ഇവിടെ വെള്ളപ്പൊക്കം വളരെ കഠിനമായിട്ട് അനുഭവപ്പെട്ടത്. അപ്പം അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കാമായിരുന്ന ആ ഒരു മഹാപ്രളയത്തെ കുറച്ച് ദിവസത്തിലേക്ക് ചുരുക്കി കൊണ്ടുവരാൻ സാധിച്ചത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കും. അമ്മമ്മ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. പുഴയെന്ന് പറഞ്ഞാൽ ജീവിതമെന്നാണ് അർത്ഥമെന്ന്. എത്ര ശരിയാണ്. പുഴയെന്നാൽ സംസ്കാരമാണ്. അതൊരു ജീവിത രീതി തന്നെയാണ്. എനിക്കിപ്പോൾ 63 വയസ്സുണ്ട്. ഈ 63 വയസ്സിനകം ഞാൻ ഈ പാടശേഖരത്തിൻ്റെ തീരത്ത് തന്നെയാണ് വളർന്നത്. അപ്പോൾ അതുകൊണ്ട് പഴയ കാലത്തെ കർഷകരോടൊപ്പം ചെറുപ്പം മുതൽ അറിയാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ. ഈ പാടത്ത് വരുന്ന പെണ്ണുങ്ങളൊക്കെ ചില കൊയ്ത്തുപാട്ടൊക്കെ പാടി, കൊയ്ത്തുപാട്ടുണ്ട്, നടിയിൽ പാട്ടുണ്ട്, അതിനകത്തൊക്കെ അങ്ങനെയുള്ള പാട്ടുകളിൽ ഇപ്പം ഞാൻ വേണേൽ ഒരു പാട്ട് പാടാം. അതായത് ഇപ്പം ഞാനിങ്ങനെ കൃഷി ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് 40 കൊല്ലത്തോളമായി കൃഷി കഴിഞ്ഞിട്ട്. ഞാനിങ്ങനെ കണ്ടത്തിലോട്ട് പോകുമ്പോൾ കാണാം ഇപ്പോൾ ഒരു പാടത്ത് ചിലപ്പോൾ ഒരു പാട്ട് പാടുമായിരിക്കും. അപ്പോൾ അതിനകത്ത് ചില പെണ്ണുങ്ങൾ പാടും, ഹള്ള പടച്ചവനെ നമ്മൾ കണ്ടിട്ടില്ല പെണ്ണുങ്ങ തങ്ങളിലിങ്ങനെ കാലത്തും നേരത്തും പാടത്തിറങ്ങുമ്പോൾ അമ്പം പോയി എന്തോരു നാക്കടി. ജനങ്ങളെ വീണ്ടും പുഴയുമായി അടുപ്പിക്കേണ്ടതുണ്ട്. നദീയാത്രകളും മീൻപിടുത്തവുമൊക്കെയായി വിനോദസഞ്ചാരത്തിനുള്ള പദ്ധതികളുമായാണ് ജനകീയ സമിതി പ്രവർത്തകർ പിന്നീട് ജനങ്ങളെ സമീപിച്ചത്. പുഴയുടെയും നെൽപ്പാടങ്ങളുടെയും വീണ്ടെടുപ്പ് ഗ്രാമഭംഗിയുടെ ആസ്വാദ്യതയിലേക്ക് ആകർഷിച്ചത് ആയിരക്കണക്കിന് ആളുകളെ. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ മലരിക്കൽ, പടിയറക്കടവിലെ ജല ടൂറിസം, ഉല്ലാസതീരം, 4 മണിക്കാറ്റ്, മീനച്ചിലാർ, മീനന്തറയാർ, കൊടൂരാർ സംയോജന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദ ടൂറിസത്തിന്റെ സാധ്യതകൾ ഇനിയും കണ്ടെടുക്കാനിരിക്കുന്നതേയുള്ളൂ. ഒരു കാലത്ത് വളരെയധികം നെൽ കൃഷി ചെയ്തിരുന്ന ഒരു നെൽപ്പാടത്തിൻ്റെ നടുവിലൂടെയാണ് മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡ് എന്ന് പറയുന്ന റോഡ് പുതുതായിട്ട് വന്നത്. ഈ റോഡ് വന്നതോടുകൂടി വളരെയധികം ട്രാഫിക്കുള്ള ഇരുവശവും തുടക്കകാലത്ത് മുഴുവൻ കാട് വളർന്ന് വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ ആ സമയത്താണ് നാട്ടുകാർ ഒരുമിച്ച് ഉണരുകയും ഞാനതിന് നേതൃത്വം കൊടുക്കാനിടയായി. എല്ലാവരെയും സംഘടിപ്പിക്കുകയും പഞ്ചായത്തിൻ്റെയും മറ്റും സഹകരണത്തോടുകൂടി പലതവണ നമ്മൾ വൃത്തിയാക്കൽ ശ്രമം നടത്തി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. കേരള സ്റ്റേറ്റ് ടൂറിസം അവാർഡ് ഉൾപ്പെടെ മോസ്റ്റ് ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് എന്ന നിലയിലും, അതുപോലെ സ്കാൽ ഇൻ്റർനാഷണൽ അവാർഡ് ദ മോസ്റ്റ് സസ്റ്റൈനബിൾ ടൂറിസം പ്രോജക്റ്റ് എന്ന നിലയിലും
ഒക്കെയുള്ള അന്താരാഷ്ട്ര അവാർഡുകൾ ഉൾപ്പെടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. മൃഗത്തെ ടൂറിസ്റ്റ് ഏരിയ എന്ന നിലയിൽ ഏറ്റവും അധികം ആ ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ അവധിക്കൊയ്ത്ത്, അതായത് വെക്കേഷൻ ഹാർവസ്റ്റ് എന്നൊരു പ്രോഗ്രാം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. വിവിധ ജില്ലകളിൽ നിന്നും, നമ്മുടെ അടുത്തുള്ളതും ദൂരെയുള്ളതുമായ പല ജില്ലകളിൽ നിന്നുള്ള സ്കൂൾ കുട്ടികൾ, അതേപോലെ തന്നെ വെക്കേഷൻ സമയത്ത് ഇവിടെ എത്തുവാനും സന്ദർശിച്ചു പോകാനുള്ളൊരു അവസരം ഞങ്ങൾ 2 മാസക്കാലം ഒരുക്കുകയുണ്ടായി. ഞങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്ത് ഓരോ വിശേഷങ്ങളും വാട്സപ്പിൽ അറിയിക്കും. സംശയങ്ങൾ അന്നേരം ദൂരീകരിക്കും. ഇതിന് പ്രത്യേകിച്ച് മീറ്റിങ്ങുകൾ കൂടാനുള്ള ഒരു കമ്മിറ്റി വേറെ ഉണ്ട്. ഞങ്ങൾ ആഴ്ചയിൽ ഒന്നെങ്കിലും എല്ലാവരും വാട്സപ്പിൽ വരണം. ഒന്ന് ഇവിടെ മാത്രമല്ല, കോട്ടയം ജില്ലയിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനകത്തുള്ള ഈ ഗ്രൂപ്പ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് അറിയും. എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയൊരു കാര്യം നദീ പുനർസംയോജന പ്രവർത്തനങ്ങളുടെ സംഘാടനത്തിനും പ്രചരണത്തിനും നവമാധ്യമങ്ങളെ ഉപയോഗിച്ച രീതിയാണ്. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിലേക്ക് ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങളും അതുപോലെ കൃഷി, ജലസംരക്ഷണം ഇതൊക്കെ ചെറുപ്പക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ ഏറ്റവും സുഗമമായ മാർഗം സോഷ്യൽ മീഡിയയാണ്. പിതാവ് ഈ ഭൂമി കൃഷി ചെയ്തിരുന്നു. അപ്പോഴൊന്നും ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യമാണ് കൃഷി കൊണ്ട് നമ്മൾക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ഒരു വലിയ പാഠം നമ്മളെ പഠിപ്പിച്ചു തന്നത്. തിരുവാർപ്പിലുള്ള ഒരാളാണ് ഇത്. ഷിഹാബ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഒരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റൽ സ്റ്റാഫ് ആയിരുന്നു. പുള്ളിക്കാരൻ ആ ജോലി പൂർണ്ണമായും വിട്ടുകൊണ്ട് പദ്ധതിയെ പറ്റി കേട്ടുന്നറിഞ്ഞു. തിരുവാർപ്പിലെ ഒരു കർഷക കുടുംബത്തിലുള്ള ആളാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും കഴിഞ്ഞ ഏതാനും വർഷങ്ങളെക്കാളും മുമ്പുണ്ടായിരുന്നേക്കാൾ വളരെയധികം വിളവെടുപ്പ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പുറയിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെയുള്ള കൃഷി കഴിഞ്ഞിട്ട് ഈ കൃഷിഭൂമിയിൽ നമ്മൾ ഇപ്പോൾ ഈ നെല്ലുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ജനകീയ കൂട്ടായ്മയിലെ അംഗങ്ങളെയും അഭ്യുദയകാംക്ഷികളെയും ഉദ്യോഗസ്ഥരെയും പ്രാദേശിക തലത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും ഉൾപ്പെടുത്തി നദീ പുനർസംയോജന പദ്ധതി എന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പും മീനച്ചിലാർ മീനന്തറയാർ കൊടൂരാർ സംയോജന പദ്ധതി എന്ന പേരിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പും സജീവമാണ്. സോഷ്യൽ മീഡിയയിലെ ഈ സാന്നിധ്യം ചെറുപ്പക്കാർക്കിടയിൽ ഈ പരിപാടിക്കുണ്ടാക്കിയ സ്വീകാര്യത വലുതാണ്. ലെറ്റ്സ് ക്ലീൻ കോട്ടയം എന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കണ്ടിട്ടുണ്ടോ? നദീ പുനഃസംയോജന പദ്ധതിയുടെ ഭാഗമായി ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കോളജിക്കൽ സയൻസ് ആവിഷ്കരിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇത്. ആരെങ്കിലും മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടാൽ തത്സമയം അധികാരികളെ അറിയിക്കാനുള്ള സംവിധാനം ഇതിലുണ്ട്. നദീ പുനഃസംയോജന പദ്ധതി അക്കാഡമിക് പഠന വിഷയമായിരിക്കുന്നു. കോട്ടയം CMS കോളേജിൽ പരിസ്ഥിതി ശാസ്ത്രം എന്ന കോഴ്സിലാണ് ഈ ജനകീയ പരിശ്രമം സിലബസിന്റെ ഭാഗമായിട്ടുള്ളത്. ചില സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ അവരുടെ ഗവേഷണ വിഷയമായി ഇപ്പോൾ ഈ പദ്ധതിയെപ്പറ്റി പഠിക്കുന്നുമുണ്ട്. നദീ പുനഃസംയോജന പദ്ധതിയുടെ ചങ്ക് ബ്രോ അഡ്വക്കേറ്റ് അനിൽകുമാർ. ചെയ്യേണ്ടത് എന്താണെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് കടുത്ത കുറ്റകൃത്യമാണെന്ന് ഓർമ്മപ്പെടുത്തി ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന S. രാമചന്ദ്രൻ. ഫയലുകളിൽ ഉറങ്ങുന്നത് ജീവിതമാണെന്ന് സ്വയം ഓർമ്മപ്പെടുത്തി വയലിലേക്കിറങ്ങിയ കോട്ടയം കൃഷി വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് ഷെരീഫ്. ജലസേചന വകുപ്പിന്റെ മുഹമ്മദ് സാജിദ്, പുന്നൻ കുര്യൻ, ലാലു കൊച്ചേരിൽ, അനു രമേശ്, രാജീവ് പള്ളിക്കോണം. പറഞ്ഞാൽ തീരാത്തത്ര പേരുകൾ ഇനിയും ബാക്കി. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തിന്റെയും നാടിന്റെ പച്ചപ്പും നന്മയും സ്വപ്നം കാണുന്ന ഒരു കൂട്ടം ആളുകളുടെയും മാത്രം കഥയല്ലിത്. ജാതിമത ചേരിതിരിവുകൾക്കെതിരെ, എല്ലാത്തരം മനുഷ്യത്വ വിരുദ്ധതയ്ക്കുമെതിരെ അതിജീവനത്തിനായി കൈകോർക്കുന്ന മനുഷ്യരുടെ കൂടിച്ചേരലിന്റെ കഥ കൂടിയാണിത്. എസ്തയുടെയും റാഹേലിന്റെയും കഥ പറഞ്ഞാണ് മീനച്ചിലാർ വിശ്വസാഹിത്യത്തിലേക്ക് ഒഴുകിയെത്തിയതെങ്കിൽ കൂട്ടായ്മയുടെയും അതിജീവനത്തിന്റെയും പുഴ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇനി മീനച്ചിലാർ ഹരിത രാഷ്ട്രീയത്തിന്റെ കേരള മാതൃകയാകും. പച്ചപ്പുകളെ തിരികെ കൊണ്ടുവരണമെന്ന് കേൾക്കുമ്പോഴൊക്കെ താണ്ടിക്കടക്കാനാകാത്ത ഒരു ദൂരമാണതെന്ന് ഞാനടക്കമുള്ളവർ സംശയിച്ചിരുന്നു. തിരികെ പിടിക്കാൻ നമുക്ക് വേണ്ടത് അതിനോടുള്ള കടുത്ത ആഗ്രഹവും അത്രയും കടുത്ത ഇച്ഛാശക്തിയുമാണെന്ന് ഇപ്പോഴെനിക്ക് ബോധ്യമാകുന്നു.